കേരളത്തിലെ ഫുഡ്വെയർ നിർമ്മാണ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്നതിനായി ഫുഡ്വെയർ എക്സ്പോ കേരള 2026 തുടക്കമായി. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ചെരുപ്പ് നിർമ്മാണ രീതിയും ഉത്പാദന സാമഗ്രികളും പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് 2 ദിവസത്തെ എക്സ്പോ. കോഴിക്കോട് റാവിസ് കടവിൽ നടക്കുന്ന മേള ഇന്ന് സമാപിക്കും. രാജ്യത്തെ ഫുട്വെയർ മേഖലയെ പുതിയ നിർമ്മാതാക്കൾക്ക് പരിചയപ്പെടുത്തുക, അവരെ വ്യവസായത്തിലേക്ക് ആകർഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തവണ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. 90 സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. പുതിയ നിർമ്മാണ രീതിയും ലെതർ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് പുതിയ എക്സ്പോഷർ കൊടുക്കാനുള്ള ഒരു സെമിനാർ നടത്തി. അതിൽ നമുക്കറിയാം നീമാൻസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്, നമ്മളെ ഈ യൂത്തിൻ്റെ ഇടയിൽ വലിയ ഫേമസ് ആണ്. അതിൻ്റെ ഫൗണ്ടർ ഡയറക്ടർ വന്നിരുന്നു. അതേപോലെ റിലയൻസ് ട്രെൻഡ്സ് ജിയോ ഫുട്വെയർ സെക്ഷൻ്റെ CEO വന്നിരുന്നു. ഇങ്ക് 5 എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് ഫുട്വെയറിൽ, നിങ്ങളെല്ലാവരും അറിയാം, അതിൻ്റെ CEO വന്നിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം പെർസ്പെക്റ്റീവ് നമ്മളെ ഇവിടുത്തെ വ്യവസായികൾക്ക് കൊടുക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള വ്യവസായികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് MLA എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ പ്രയാസങ്ങളാണ്, വെല്ലുവിളികളാണ് ഈ വ്യവസായം നേരിടുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ പ്രയാസങ്ങൾക്കും വെല്ലുവിളികൾക്കുമുള്ള ഒരു ബദൽ നിർദ്ദേശങ്ങൾ കൂടിയാണ് ഈ എക്സ്പോ മുന്നോട്ട് വെക്കുന്നത്. ഇത് കേവലം ഒരു എക്സ്പോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ മേഖലയുടെ ഒരു വഴികാട്ടിയായി ഈ ഒരു ഒത്തുചേരൽ മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ എക്സ്പോ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. VKC മുഹമ്മദ് കോയ അധ്യക്ഷനായി. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ്, നമ്മുടെ ഈ കൊണ്ടോട്ടി മണ്ഡലത്തിലെ MLA ചീഫ് ഗസ്റ്റ് TP അഷ്റഫ് അലി MLA ഡയറക്ടറി പ്രകാശനം നിർവഹിച്ചു. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ VKC റസാഖ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഐഗിരി സഞ്ജയ് ഗുപ്ത, AV സുനിൽനാഥ്, ധർമ്മേന്ദ്രൻ ലോന, നിത്യാനന്ദ് കമ്മത്ത്, ഇസാ കളത്തിങ്ങൽ, ശ്രീനാഥ് മൂച്ചിലോട് തുടങ്ങിയവർ സംസാരിച്ചു. ഈ എക്സ്പോ ഇന്ന് സമാപിക്കും. ന്യൂസ് മലയാളം, കോഴിക്കോട്.